തമിഴ്നാട്ടിൽ നിന്നുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി സന്നിധിയിൽ എത്തിച്ചേർന്നു. വെള്ളിക്കുതിരയിൽ ശ്രീമുരുകനും ആനപ്പുറത്ത് സരസ്വതി ദേവിയും എഴുന്നള്ളി അശ്വരൂഢ സേനയുടെയും ക്ഷേത്ര കലാരൂപങ്ങളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടിയാണ് എഴുന്നള്ളത്ത് നടന്നത്. ഇനി പത്മതീർത്ഥത്തിൽ ആറാട്ട്, അതിനുശേഷം വിഗ്രഹങ്ങളെ പൂജയ്ക്കിരുത്തും. തമിഴ്നാട്ടിൽ നിന്നുള്ള നവരാത്രി വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി സന്നിധിയിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ. ഭക്തി നിർഭരമായ ഘോഷയാത്രയിൽ ആയിരങ്ങളാണ് ഘോഷയാത്രയെ അനുഗമിച്ചത്. വിഗ്രഹങ്ങളെ അനുഗമിച്ചത് വെള്ളിക്കുതിരയിൽ കുമാരസ്വാമിയും ആനപ്പുറത്ത് സരസ്വതി ദേവിയും എഴുന്നള്ളി അശ്വരൂഢ സേനയുടെയും ക്ഷേത്ര കലാരൂപങ്ങളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടിയാണ് ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി സന്നിധിയിലേക്ക് എത്തിച്ചേർന്നത്. ഇനി അനന്തപുരിക്ക് നവരാത്രി പുണ്യത്തിൻ്റെ ദിവസങ്ങളാണ്. പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്ന് ആചാരപൂർവമായിരുന്നു നവരാത്രി വിഗ്രഹങ്ങളുടെ എഴുന്നള്ളത്ത്. പത്മനാഭസ്വാമി സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി അവിടെ ആചാരപരമായ ചടങ്ങുകളുണ്ട്. ആയിരങ്ങളാണ് പ്രൗഢഗംഭീരമായ ഭക്തി നിർഭരമായ ഘോഷയാത്രയെ അനുഗമിച്ചത്. സരസ്വതി ദേവിയെ കോട്ടയ്ക്കകം നവരാത്രി മണ്ഡപത്തിലും കുമാരസ്വാമി ആര്യശാല ദേവീക്ഷേത്രത്തിലും മുന്നൂറ്റി നങ്കെ ചെന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലും പൂജയ്ക്കിരുത്തും. 4-നാണ് നവരാത്രി പൂജ ആരംഭിക്കുന്ന, 13-ന് സമാപിക്കും. ഭക്തി നിർഭരമായ ഘോഷയാത്രയാണ്, പ്രൗഢഗംഭീരമായ ഘോഷയാത്രയാണ് ഉണ്ടായത്. അശ്വരൂഢ സേനയുടെയും ക്ഷേത്ര കലാരൂപങ്ങളുടെയും പഞ്ചവാദ്യത്തിൻ്റെയും അകമ്പടിയോടുകൂടെയാണ് എഴുന്നള്ളത്ത് വന്നത്. പത്മനാഭപുരത്ത് നിന്ന് നവരാത്രി വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി സന്നിധിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. ഉടവാൾ കൈമാറി പത്മതീർത്ഥത്തിലെ ആറാട്ട് വിവരങ്ങൾ നൽകാൻ അഖിൽ പാലോട്ട് മഠം ചേരുന്നുണ്ട്. അഖിൽ, ചടങ്ങുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? നവരാത്രി വിഗ്രഹ ഘോഷയാത്ര അതിന്റെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുകയാണ്. ആ വിഗ്രഹ ഘോഷയാത്ര ആര്യശാലയുടെ പരിപൂർണതയിലേക്ക് എത്തിച്ചേരുകയാണ്. ആ വിഗ്രഹ ഘോഷയാത്ര ആര്യശാലയുടെ ആ തെരുവിലേക്ക് കയറാൻ പോവുകയാണ്. കരമനയിൽ നിന്നും ആരംഭിച്ച ഈ ഘോഷയാത്ര ഇപ്പോൾ കിള്ളിപ്പാലം കടന്ന് ആര്യശാല തെരുവിലേക്ക് കടക്കാൻ പോവുകയാണ്. ഇവിടെ നിന്നും അടുത്ത പത്മനാഭസ്വാമി ക്ഷേത്ര സന്നിധിയിലേക്കാണ് ഇനി നവരാത്രി ഘോഷയാത്രയുടെ യാത്ര മുന്നോട്ട് പോവുക. ഇതിൽ പ്രധാനമായും ഇപ്പോൾ ഈ ഘോഷയാത്രയെ സ്വീകരിക്കുന്നത് കേന്ദ്ര ടൂറിസം സഹമന്ത്രിയായിട്ടുള്ള സുരേഷ് ഗോപിയും അതുപോലെ തന്നെ പുതുശ്ശേരി ഗവർണറായിട്ടുള്ള കൈലാസ് നാഥും ചേർന്നാണ് ഈ കിള്ളിപ്പാലത്ത് ഈ നവരാത്രി വിഗ്രഹ ഘോഷയാത്രയെ ഇപ്പോൾ സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് അടക്കമുള്ള MLA-മാരടക്കമുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ളവർ ഈ നവരാത്രി ഘോഷയാത്രയെ സ്വീകരിക്കുന്ന ഈ ചടങ്ങിലേക്ക് എത്തിയിട്ടുണ്ട്. വലിയ ജനാവലിയാണ്. ആനപ്പുറത്ത് എഴുന്നള്ളി വരുന്ന സരസ്വതി ദേവിയും വെള്ളിക്കുതിരയിൽ ഏറി വരുന്ന ശ്രീമുരുക സ്വാമിയെയും ഒക്കെ തന്നെ സ്വീകരിക്കുന്നതിലേക്ക് വേണ്ടി ഈ തിരുവനന്തപുരത്തിന്റെ ഈ ചാല കിള്ളിപ്പാലം റോഡിന്റെ രണ്ടു വശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. അശ്വാരൂഢ സേനയുണ്ട്, കേരള പോലീസിന്റെ ഉദ്യോഗസ്ഥരുണ്ട്, ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുണ്ട്, ഹൈന്ദവ സംഘടനാ പ്രതിനിധികളുണ്ട്. അങ്ങനെ വിവിധ നാനാ മേഖലകളിലുമുള്ള എല്ലാവരും ഒത്തൊരുമിച്ച തമിഴ്നാട്ടിലെ പത്മനാഭപുരം കൊട്ടാരത്തിൽ നിന്നും ആരംഭിച്ച ഈ നവരാത്രി വിഗ്രഹ ഘോഷയാത്രയെ ഹൃദയപൂർവ്വം ചേർത്ത് അനന്തപുരിയിലേക്ക് എത്തിക്കുകയാണ്. ഇനി 9 നാൾ നവരാത്രി മഹോത്സവമാണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് നവരാത്രി വ്രതങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് കാള രൂപത്തിന് മുകളിലിരിക്കുന്ന കാളവാഹിനിയായിട്ടുള്ള ശൈലേശ്വരപുത്രി ഭാവത്തിലാണ് ദുർഗാദേവിയുടെ ഇന്നത്തെ നവരാത്രി വിഗ്രഹത്തെ ഈ നവരാത്രി വ്രതത്തിന്റെ ആദ്യ ദിനം എന്ന് പറയുന്നത്. ഇനി പല രൂപത്തിൽ ഭാവത്തിൽ മാറി ഭഗവതി ശാന്തരൂപിണിയായി മാറുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. ഉടവാൾ ഏന്തി നിൽക്കുന്ന തമിഴ്നാട് കന്യാകുമാരി ദേവസ്വം ബോർഡിന്റെ മാനേജറായിട്ടുള്ള മോഹനൻ നായരെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചാണ് സുരേഷ് ഗോപി ഇപ്പോൾ ഈ നവരാത്രി ഘോഷയാത്രയുടെ ഭാഗമാകുന്നത്. വലിയ തിരക്കുണ്ട്, വലിയ ഭക്തജന ഒരു പ്രവാഹം തന്നെയുണ്ട്. നമുക്ക് പത്മനാഭസ്വാമിയുടെ ആറാട്ടു സമയത്തൊക്കെ ശംഖുമുഖം കടൽ ഈ അനന്തപുരിയിലേക്ക് എത്രമാത്രം ആരവത്തോടെ അടിച്ചുരമ്പി വരുന്നു, അതുപോലെയാണ് ഇപ്പോൾ ഈ നവരാത്രി വിഗ്രഹ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിലേക്ക് വേണ്ടി നവരാത്രി വിഗ്രഹ ഘോഷയാത്രയുടെ ഭാഗമായി ഒന്ന് അമ്മയ്ക്കൊപ്പം നടക്കാൻ, ഒന്ന് കുമാര
കുമാരസ്വാമിക്കൊപ്പം നടക്കാൻ ഇവിടെ ഓരോ ഭക്തനും എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ ഒരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ പുതുച്ചേരി ഗവർണർ കൈലാസനാഥും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മറ്റു ജനപ്രതിനിധികൾ, പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങനെ വിവിധ മേഖലകളിലുള്ളവർ ചേർന്ന് ഇപ്പോൾ ഈ നവരാത്രി വിഗ്രഹ ഘോഷയാത്രയെ സ്വീകരിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം നാമസങ്കീർത്തനങ്ങളുടെ, സംഗീതാർച്ചനയുടെ ഒക്കെ കലയുടെയും ആ കലാരൂപങ്ങളുടെയും ഒക്കെയുള്ള ദിനരാത്രങ്ങളാണ്. ആ കലാരൂപങ്ങളുടെ, ആ ദിനരാത്രങ്ങളുടെ ഭാഗമാവുക എന്നതാണ് ഇനി അനന്തപുരിയെ സംബന്ധിച്ചിടത്തോളം, അനന്തപുരിയിലെ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അത് ഭാഗമാകുന്നത്. എന്തായാലും നമുക്ക് ആ ദൃശ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വലിയ അനുഭവമാണ്. അതിന്റെ ഒരു സന്തോഷ വാക്കാകാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഭവം തന്നെ ഇതിന്റെ ഭാഗമാകുന്നുണ്ട് എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോരുത്തരും ആ ഭഗവതിയെ സ്വീകരിക്കുന്നതിലേക്ക് വേണ്ടി, ഭഗവതിയുടെ ആ പാതാരവിന്ദങ്ങളിൽ ഒന്ന് നമസ്കരിക്കുന്നതിലേക്ക് വേണ്ടി അലങ്കരിച്ച് ആനപ്പുറത്ത് എഴുന്നള്ളി വരുന്ന മുത്തുക്കുടയും വെഞ്ചാമരവും ചൂടി വരുന്ന ഭഗവതിയെ ഒന്ന് കാണാൻ, ഒന്ന് തൊഴുത് സായുജ്യമടയാൻ, അക്ഷരങ്ങളുടെ ദേവതയായ സരസ്വതി ദേവിയെ ഒന്ന് വണങ്ങി നിൽക്കാൻ എല്ലാവരും ഇരു കൈകളും തൊഴുതു നിൽക്കുന്ന കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഭക്തിയുടെ നിറവാണ്, ഭക്തിയുടെ സന്തോഷമാണ്, ഭക്തിയുടെ ആദരവാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വലിയ തിരക്കുണ്ട്. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര ടൂറിസം മന്ത്രി സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ, പുതുച്ചേരി ഗവർണർ കൈലാസനാഥിന്റെ നേതൃത്വത്തിൽ, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ നേതൃത്വത്തിൽ, ദേവസ്വം ബോർഡ് അംഗം അജയകുമാറിന്റെ നേതൃത്വത്തിൽ, അങ്ങനെ വലിയൊരു സംഘം തന്നെ ജനപ്രതിനിധികളും സാമുദായിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും എല്ലാം ചേർന്ന് ഇപ്പോൾ ആനപ്പുറത്ത് എഴുന്നള്ളി വരുന്ന ആ വിഗ്രഹ ഘോഷയാത്രയെ, നവരാത്രി വിഗ്രഹ ഘോഷയാത്രയെ സ്വീകരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഭക്തിയോടുകൂടെ, ഭക്തി നിർഭരമായി ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും കലകളുടെയും ഒക്കെ ദേവതയായ സരസ്വതി ദേവിയെ അനന്തപുരി ഹൃദയത്തോട് ചേർത്ത് വെച്ച ഇനി ശ്രീ പത്മനാഭ സ്വാമിയുടെ തിരുസന്നിധിയിലേക്കുള്ള യാത്രയായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നതാണ്. ഇനി 7 നാൾ, ഇനി 9 നാൾ സരസ്വതി ദേവി പൂജപ്പുരയിലെ സരസ്വതി മണ്ഡപത്തിലും അതുപോലെ ഈ വെള്ളി കുതിരയിലേറി വരുന്ന കുമാരസ്വാമി ചെന്തിട്ട ദേവീക്ഷേത്രത്തിലും, മുങ്കേറ്റുമങ്ക ശുശീന്ദ്രത്തെ ദേവീക്ഷേത്രത്തിൽ നിന്നും എഴുന്നള്ളിയെത്തിയ മുന്നേറ്റുമങ്ക ആര്യശാല ദേവീക്ഷേത്രത്തിലും ഒക്കെ തന്നെ പ്രതിഷ്ഠയായി അവിടെ ഉപാസിച്ച് നവരാത്രി വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കിള്ളിപ്പാലത്താണ് ഘോഷയാത്ര. വെള്ളിക്കുതിരയിൽ ശ്രീമുരുകനും ആനപ്പുറത്ത് സരസ്വതി ദേവിയും എഴുന്നള്ളുന്നു. 300 നങ്കിയും അശ്വാരൂഢ സേനയുടെയും ക്ഷേത്ര കലാരൂപങ്ങളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടുകൂടിയാണ് എഴുന്നള്ളത്ത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, പുതുശ്ശേരി ഗവർണർ കൈലാസനാഥ് എന്നിവർ നവരാത്രി ഘോഷയാത്രയുടെ ഭാഗമാകുന്നുണ്ട്. ഘോഷയാത്രയെ സ്വീകരിച്ച് ആനയിച്ച് വിവരങ്ങളാണ് അഖിൽ നൽകിക്കൊണ്ടിരുന്നത്.